വൻ ഭൂരിപക്ഷത്തോടെ മഹാരാഷ്ട്രയിൽ അധികാരം നിലനിർത്തിയ എൻ.ഡി.എ സർക്കാർ രൂപീകരണ ചർച്ചയിലേക്ക് കടന്നു. ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകും എന്നാണ് സൂചന. നാളെ വാങ്കഡെ സ്റ്റേഡിയത്തിലാകും സത്യപ്രതിജ്ഞ. സംസ്ഥാനത്ത് ഇന്നോളമുള്ള ഏറ്റവും വലിയ ജയമാണ് BJP നേടിയത്. പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും അവകാശപ്പെടാൻ കഴിയാതെ പ്രതിപക്ഷ പാർട്ടികൾ തകർന്നടിഞ്ഞു. ആധികാരിക ജയം നേടി അധികാരത്തിലെത്തുന്ന മുന്നണിയിൽ ആര് മുഖ്യമന്ത്രി എന്ന ചോദ്യമാണ് ബാക്കി. മുഖ്യമന്ത്രി പദം ഏക്നാഥ് ഷിൻഡെ വീണ്ടും ഒരിക്കൽ കൂടി കൊതിക്കുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഫട്നാവിസിന് തന്നെയാണ് സാധ്യത. RSS പിന്തുണയും ഇക്കാര്യത്തിലുണ്ട്. ഏക്നാഥ് ഷിൻഡെയും NCP നേതാവ് അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാരായേക്കും. അതേസമയം തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഞെട്ടൽ പ്രതിപക്ഷത്ത് മാറിയിട്ടില്ല. ഉറച്ച കോട്ടകളിൽ മുതിർന്ന നേതാക്കൾ പോലും തോറ്റുപോയത് അപ്രതീക്ഷിതമാണ്. വോട്ടെടുപ്പിൽ തിരിമറി ആരോപിക്കുകയാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടത്തിയ രമേശ് ചെന്നിത്തല. ഗ്രൗണ്ട് റിയാലിറ്റി പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമല്ല ഇത്. ഒരു കാരണവശാലും ഇങ്ങനൊരു വിജയം ഞങ്ങളാരും നമുക്ക് അംഗീകരിക്കാൻ പോലും കഴിയാത്ത നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവത്തോടു കൂടി ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ആലോചിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് നടത്താൻ നാളെ എങ്ങനെ മുന്നോട്ട് പോകും. ഈ പരാജയം ഒരു കാരണവശാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. തോൽവിയെക്കുറിച്ച് AICCക്ക് സംസ്ഥാന ഘടകം വിശദമായ റിപ്പോർട്ട് നൽകും. അദാനി ഉപയോഗിച്ച് പണമൊഴുക്കി വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്തി തുടങ്ങി തോൽവിയെ ന്യായീകരിക്കാൻ പല കാരണങ്ങളുണ്ട് പ്രതിപക്ഷത്തിന്. എന്നാൽ ആരോപണങ്ങളോട് പ്രതികരിക്കാതെ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കുകയാണ് NDA. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.